ഗൈസ്, ബാക്ക് വിത്ത് അനദർ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ. ഈ സമയം നമ്മൾ വന്നത് നമ്മുടെ പൂൾ ട്രാൻസ്ഫോർമേഷനായിട്ടാണ്. ആദ്യത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വരുമ്പോൾ ഇവിടെ വിൻ്റർ ആയിരുന്നുകൊണ്ട് തന്നെ ഇതല്ലായിരുന്നു ഇതിൻ്റെ അവസ്ഥ. ഫുൾ മഞ്ഞ് മൂടി കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പൂള് ആ ഭാഗത്തേക്ക് നമ്മൾ പോയിട്ടേ ഇല്ല. മഞ്ഞ് മാറിയെങ്കിലും ഈ വെള്ളം മുഴുവൻ നല്ല കട്ടയായിട്ട് നല്ല ഐസായിട്ട് കിടന്നുകൊണ്ട് തന്നെ മഞ്ഞ് മാറിയ സമയമാണെങ്കിലും ഈ വെള്ളമായി ഇതിനെ ഒന്ന് കാണാൻ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടു. നല്ല ഞാനൊന്ന് കുത്തിപ്പൊട്ടിക്കാനൊക്കെ നോക്കുവാണ് ഐസ് ആവേശം കൊണ്ട്. അതുപോലെ നമ്മുടെ ഡെക്കിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണണേ. സോ മഞ്ഞ് മാറാൻ ഒത്തിരി സമയം എടുത്തു, കാരണം ആ ഐസ് മാറാനായിട്ട്. ഐസ് മാറിയപ്പോഴാണ് വി ഗോട്ട് ദ റിയൽ ട്രബിൾ. നല്ല പായലും നല്ല അഴുക്കായിട്ട് കിടക്കുന്നു, ഫുൾ കരട്. ഇതിന് മുമ്പിലത്തുള്ള ഓണേഴ്സ് മേ ബി ദേ ഫോർഗോട്ട് ടു കവർ ഇറ്റ് അപ്പ്. അങ്ങനെ ഒത്തിരി നാളത്തെ കഷ്ടപ്പാടിന് ശേഷം ഒറ്റ ദിവസം കൊണ്ടല്ല കേട്ടോ ഇത് ക്ലീനാക്കി കിട്ടി. നമുക്ക് ഒത്തിരി പ്രോസസ്സൊക്കെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചൊരു വീഡിയോ വേണമെങ്കിൽ ഞാൻ പിന്നീട് ചെയ്യാവേ. അപ്പോൾ പ്രോസസ്സിന് ശേഷം ഇത് ഒരു വിധത്തിൽ ഞങ്ങൾ ക്ലീൻ ചെയ്തു. ഇത് ക്ലീൻ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ എൻ്റെ മമ്മി ഹൗസ് വാമിങ്ങിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മമ്മി നാട്ടിലേക്ക് തിരിച്ച് പോകുന്നതിന് മുമ്പ് മമ്മീനെ എങ്ങനെയൊരു പുള്ളിൽ ഇറക്കണം എന്ന് ഓർത്തിട്ട് എൻ്റെ ഹസ്ബൻഡ് വളരെ കഷ്ടപ്പെട്ട് ഭയങ്കര എഫോർട്ട് എടുത്താണ് ഇതൊന്ന് ഇത്രയും ക്ലീനാക്കി കിട്ടിയത്. കംപ്ലീറ്റ്ലി ക്ലീനല്ല. അങ്ങനെ മമ്മി പോകുന്നതിൻ്റെ തലേദിവസം മമ്മി പൂളിൽ ഇറങ്ങിയിട്ടാണ് പോയത്. പക്ഷേ വിൻ്റർ അങ്ങ് മാറി വരുന്നൊരു സമയമായിരുന്നു, മെയ് പകുതിയായിട്ടുള്ളൂ. സോ സ്റ്റിൽ ഇറ്റ് വാസ് കോൾഡ്. പിന്നീട് കുറേ എഫേർട്ടിന് ശേഷം പൂളൊക്കെ ക്ലീനായി. നീന്തൽ അറിയില്ലാത്ത ഞാൻ നീന്തൽ പഠിക്കാനുള്ള ശ്രമത്തിലാണ്. എല്ലാവർക്കും അറിയാലോ, നീന്തൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു റിയൽ ലൈഫ് സ്കില്ലാണ്. നമ്മൾ എന്നെയൊക്കെ എന്തോ ദൗർഭാഗ്യവശാൽ ചെറുപ്പത്തിൽ അത് പഠിക്കാനുള്ള അവസരം കിട്ടിയില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ഈ സമ്മറിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ മെയിൻ ഹാങ് ഔട്ട് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ പൂളും അതിൻ്റെ ചുറ്റുപാടൊക്കെയാണ്. ഒരു രസമാണ്. ചെറുപ്പം തൊട്ടുള്ള കുറേ ആഗ്രഹങ്ങൾ. ചെറുപ്പത്തിൽ പൂളെന്നൊക്കെ പറഞ്ഞാൽ വണ്ടർലായിൽ അന്ന് വീഗാലാൻഡിൽ പോകുമ്പോൾ കാണുന്നൊരു സാധനമായിരുന്നു നമ്മളെപ്പോലെയുള്ള മിഡിൽ ക്ലാസ് ഫാമിലിക്ക്. അങ്ങനെ ഒത്തിരി ആഗ്രഹമായിരുന്നു നമുക്ക് വീട് വാങ്ങുമ്പോൾ ഒരു പൂളൊക്കെ വേണമെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ആഗ്രഹം പോലെ തന്നെ അങ്ങനത്തെ ഒരു വീട് നമുക്ക് കിട്ടി. ഇപ്പം ഞങ്ങളുടെ ഒരു വൈകുന്നേരം ചായ കുടി സമയത്തൊരു സുറ പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പൂള്. അങ്ങനെ എന്താണ് പൂളിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കണ്ടതിൽ താങ്ക് യു, ആൻഡ് അൻറ്റിൽ നെക്സ്റ്റ് ടൈം, ബൈ.